നമസ്കാരം. വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ സൈഡ് ഡിഷായ രസമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് രസം തയ്യാറാക്കുന്നത്. എന്നാൽ നമ്മളിന്ന് ചെയ്യുന്നത് പൊതുവെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് അല്പം പുളി വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻ പുളി ഏകദേശം 15 ഗ്രാം ഉണ്ടാവും. അത് 1 കപ്പ് ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് നേരം കുതിർക്കാനിടുക. അതിനുശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കണം. അങ്ങനെ ലയിപ്പിച്ചെടുത്ത ശേഷം അരിച്ചെടുത്ത പുളിവെള്ളമാണിത്. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാനുണ്ട്. ആദ്യമായിട്ട് 2 ടീസ്പൂൺ കുരുമുളക്, കുരുമുളക് അധികം പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ അല്പം തരിയോടുകൂടി ഇരുന്നാൽ മതി. ഇനി കുരുമുളക് മാത്രം എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ അങ്ങോട്ട് ചതയ്ക്കാൻ പോകുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചതച്ച ശേഷം ഒന്നിച്ച് വെച്ചാൽ മതി. ഇനി 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറിയ പീസുകളാക്കിയ ശേഷം ചതച്ചെടുക്കുക. ഈ പരുവത്തിൽ വേണം ചതയ്ക്കാൻ. ഇനി 8 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചെടുക്കുക. ഇതും നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചിയോടൊപ്പം വയ്ക്കുക. അവസാനമായി 8 ചെറിയുള്ളി, ഇതും ചതച്ചെടുത്ത ഇഞ്ചിയോടും വെളുത്തുള്ളിയോടും ഒപ്പം വയ്ക്കുക. ഇനി 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 3 ഉണക്കമുളക് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കുക. ഉണക്കമുളക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിലൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന കുരുമുളക് ഒഴികെയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതിലേക്ക് ചേർക്കുക. ഇനി സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴട്ടുക. ഇതായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന കുരുമുളക്. ഈ പൊടികൾ അധിക നേരം എണ്ണയിൽ കിടന്നാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് വേഗത്തിലൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് 1 തക്കാളി കഷ്ണങ്ങളാക്കിയത്, അല്പം കറിവേപ്പില, ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പുളി പിഴിഞ്ഞ വെള്ളം, അതോടൊപ്പം തന്നെ 3 കപ്പ് വെള്ളം, ഒരു ടീസ്പൂൺ കായപ്പൊടി. ഇനി തീ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കുക. കുക്കിംഗ് പഠിച്ച് വരുന്നവർ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉപ്പിൻ്റെ അളവ് നിങ്ങൾ ചേർത്തിരിക്കുന്ന പുളിയുടെ അളവുമായി ബന്ധപ്പെട്ടിരിക്കും. അതുകൊണ്ട് പുളിയുടെ അളവിനനുസരിച്ച് ഉപ്പിൻ്റെ അളവ് ക്രമീകരിക്കുക. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ അല്പം കൂടി ചേർക്കാവുന്നതാണ്. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. പിന്നീട് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം വേവിക്കുക. 5 മിനിറ്റ് നേരം വേവിച്ച ശേഷം ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് ഇളക്കുക. മല്ലിയില ഈ രസത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുക. തക്കാളി ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. മല്ലിയില ചേർത്ത് ഇളക്കിയ ശേഷം ഉടൻ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. കുറച്ചു നേരം വെച്ച് ചൂട് അല്പം കുറഞ്ഞ ശേഷം വിളമ്പാവുന്നതാണ്. രസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. See you with another video. Thanks for watching.